എല്ലാ പ്രിയപ്പെട്ടവർക്കും പോൾസ് മെസ്സേജസിലേക്ക് സ്വാഗതം. എന്താണ് ക്രിസ്തുവിൻ്റെ മനസ്സ്? പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ എന്നാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം അപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ എന്താണ് ക്രിസ്തുവിൻ്റെ മനസ്സ്? പലപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സ് തന്നെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുമ്പോൾ, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുമ്പോൾ, നമുക്കെങ്ങനെ ക്രിസ്തുവിൻ്റെ മനസ്സിനെ മനസ്സിലാക്കാൻ കഴിയും? അല്ലെങ്കിൽ നാം എപ്രകാരം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരിക്കും എന്നത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തി ഇല്ല. പലരുടെയും വിചാരം കർത്താവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മതപരമായ ചില ആചാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് മതി, എല്ലാമായി, അപ്രകാരം അങ്ങ് മുമ്പോട്ട് പോയാൽ മാത്രം മതി എന്നാണ്. ഒരു കാര്യം വ്യക്തമായി പറയാം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്നാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത്. അതേ ദൂത് തന്നെ, അതേ സന്ദേശം തന്നെ കർത്താവായ യേശു ക്രിസ്തുവും വിളിച്ചു പറഞ്ഞു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. യേശു ക്രിസ്തുവിന് മഹത്വം. മനസ്സിൻ്റെ മാറ്റം, മനസ്സ് പുതുക്കം പ്രാപിക്കുന്ന അനുഭവം, ഒരു പുതിയ മനുഷ്യന്റെ മനസ്സ് പ്രാപിക്കുന്ന അനുഭവം, ഒരു പുതിയ നിലവാരത്തിൽ ജീവിതത്തെ കാണുന്ന അനുഭവം, ഒരു പുതുമനുഷ്യനായി മാറുന്ന അനുഭവം. യേശുക്രിസ്തുവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഒരു ജീവിതമാണ് ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് കർത്താവ് വച്ചിരിക്കുന്നത്. അവർ ലോകത്തിൻ്റെ ഇഷ്ടപ്രകാരം ഉള്ളവരല്ല, അവർ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ളവരാണ്. കാരണം അവർ ലോകത്തിൻ്റെ ഇഷ്ടപ്രകാരം ജനിച്ചവരല്ല, അവർ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജനിച്ചവരാണ്. ഇപ്രകാരം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാം. ക്രിസ്തുവിൻ്റെ മനസ്സെന്തെന്ന് അറിയണമെങ്കിൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കേണ്ടത് ഉണ്ട്. ക്രിസ്തുവിൻ്റെ മനസ്സെന്തെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ വസിക്കുകയും ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വ്യക്തമായ നിലവാരത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരികയും വേണം. എപ്രകാരമാണ് ക്രിസ്തുവിനെ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നത്? ഒരു കാര്യം വ്യക്തമായി പറയാം, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വെച്ചുകൊണ്ട് മറ്റൊന്ന് ആ കൈകൊണ്ട് നേടുവാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നടക്കത്തില്ല, നിങ്ങൾക്കത് സാധിക്കത്തില്ല, ആർക്കും സാധിക്കത്തില്ല. അപ്രകാരം തന്നെ ഒരേ സമയത്ത് 2 യജമാനന്മാരെ സേവിക്കാനും കഴിയത്തില്ല. ക്രിസ്തുവിനെ അറിയണമെങ്കിൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്, അതായത് നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നത്, നിങ്ങളുടെ മുമ്പിലുള്ള സാഹചര്യങ്ങളെ എല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് ഇന്ന് ജനിച്ച ഒരു ശിശുവിനെ പോലെ, സ്തോത്രം, ക്രിസ്തുവിനെ അറിയാനായിട്ട് ക്രിസ്തുവിൻ്റെ ആത്മാവിൽ ശരണപ്പെട്ടാൽ മാത്രമേ ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തുവിൻ്റെ മനസ്സെന്തെന്നറിയുവാനും ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി ആ ദൈവികമാകുന്ന ഒരു മാനസാന്തരത്തിലേക്ക്, മനസ്സിൻ്റെ മാറ്റമുള്ളവരായി, മനസ്സിൽ രൂപാന്തരമുള്ളവരായും നമുക്ക് മാറാൻ കഴിയൂ എന്ന സത്യം ഒരു പ്രിയപ്പെട്ടവരും മറന്നു പോകരുതെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ മനസ്സെന്താണ്? ക്രിസ്തുവിൻ്റെ മനസ്സെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സാണ്. കാരണം ക്രിസ്തു ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സെന്താണ്? വചനം പറയുന്നു, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ, അതായത് നാമോ ദൈവത്തിൻ്റെ മനസ്സുള്ളവർ. അത് ആരെക്കുറിച്ചാ പറയുന്നത്? ദൈവം ഉള്ളിൽ വസിക്കുന്നവരെ കുറിച്ച്, അതായത് ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നവരെ കുറിച്ച്. കർത്താവും ആ വ്യക്തിയും ഒന്നായി ചേർന്ന് ഇരിക്കുന്ന അനുഭവം ഉള്ളവരെ കുറിച്ചാണ് ആ പറയുന്നത്.
അതായത് പരിശുദ്ധാത്മാവ് വ്യക്തമായ രീതിയിൽ ദൈവവചനത്തിൽ നിന്ന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുകയും ആ ക്രിസ്തുവിനെ തന്നെ ജീവിത ലക്ഷ്യമാക്കി പരിപൂർണമായും സ്വീകരിച്ച് സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ, സ്വന്തം ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ പരിപൂർണമായും ക്രിസ്തുവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്ന സ്വയം ത്യജിച്ച ഒരു ജീവിതം. അപ്രകാരം ഉള്ളിടത്ത് മാത്രമേ ക്രിസ്തുവിൻ്റെ മനസ്സ് വെളിപ്പെടത്തുള്ളൂ. എന്നോട് ക്ഷമിക്കണം, നിങ്ങൾക്കിത് കഠിനമെന്ന് തോന്നാം, നിങ്ങൾക്കിത് ഒരുപക്ഷെ മനസ്സിലായില്ല എന്ന് വരാം, നിങ്ങൾക്കിത് ഒരുപക്ഷെ ഇതെന്ത് എന്നൊരു ചോദ്യം വന്നേക്കാം. പക്ഷേ സത്യസന്ധമായി ഞാൻ ഈ പറയുന്നത് സത്യമാണ്, ഞാൻ ഈ സംസാരിക്കുന്നത് സത്യസന്ധമായ വചനപ്രകാരമുള്ള കാര്യം ആണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാം, നമുക്ക് മറ്റുള്ളവരെ വിമർശിക്കാം, നമുക്ക് മറ്റുള്ളവരോട് ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്നെല്ലാം നമുക്ക് പറയാം. നാം എപ്രകാരം എത്ര നല്ലവരാണ് എന്നെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ഉയർത്തി കാണിക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് കഴിയാത്തതും എന്നാൽ ദൈവത്താൽ സാധ്യവുമാകുന്നൊരു കാര്യമാണ് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിന് അനുരൂപരായി നാം മാറുക എന്നത്. യേശുക്രിസ്തുവിന് മഹത്വം. ഈ പാപികളാവുന്ന നമുക്ക് ഒരിക്കലും കഴിയാത്ത കാര്യമാണ്. എന്നാൽ മനുഷ്യന് അസാധ്യമായതിനെ തന്നെ സാധിപ്പിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവനെ, താങ്കളും ഞാനും പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവാം, പറയുന്നുണ്ടാവാം, കർത്താവായ യേശുക്രിസ്തു എനിക്കായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നെല്ലാം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, കർത്താവായ യേശുക്രിസ്തു സകലതും നിവർത്തിച്ചു, സത്യം തന്നെ. പക്ഷേ എന്തിനായിട്ട്? ഞാനും നിങ്ങളും കർത്താവിൻ്റെ മനസ്സുള്ളവരായി മാറുവാൻ, ഞാനും നിങ്ങളും കർത്താവിനോട് ഒന്നായി ചേരുവാൻ, ഞാനും നിങ്ങളും ആ സ്വർഗീയ പിതാവിൻ്റെ സന്തതികളായി മാറുവാൻ. പ്രിയമുള്ളവനെ, ഈ ലോകത്ത് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യണോ? ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകണം. ഈ ലോകത്ത് കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കണമോ? ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകണം. ഈ ലോകത്ത് നിങ്ങൾക്ക് കർത്താവ് നിങ്ങളോട് ചെയ്തിരിക്കുന്ന ആ പാപമോചനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ പാപമോചനം ഒന്ന് രുചിച്ചറിയണമോ? ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മാറണം. നിങ്ങൾക്ക് ഈ ലോകത്ത് കർത്താവിൻ്റെ ആ സ്നേഹമൊന്ന് അനുഭവിക്കണമോ? ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി നിങ്ങൾ മാറണം. ഈ ലോകത്ത് നിങ്ങൾക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ വ്യക്തമായ നിലവാരത്തിൽ ആ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ശരിയായ രീതിയിൽ ഒന്ന് അനുഭവിക്കണമോ? ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി നിങ്ങൾ മാറണം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരുപക്ഷെ വളരെയധികം വർഷങ്ങളായിട്ട് കർത്താവിനെ അറിയുന്ന ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷേ എനിക്ക് ഒരു ചോദ്യം ഇന്നുണ്ട്. ഡു യു ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്? നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ മനസ്സ് ഉണ്ടോ? കാരണം നിങ്ങൾ അനുഭവിക്കുന്ന പല വിഷയങ്ങൾക്കും ശാശ്വതമായ ഒരു പരിഹാരമാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ള ഒരു വ്യക്തിത്വമായി രൂപാന്തരപ്പെടുമ്പോൾ നിങ്ങളിൽ സംഭവിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ ലോകമോ നിങ്ങളുടെ സാഹചര്യമോ ഒന്നും തന്നെ നിങ്ങൾ കർത്താവിൻ്റെ മനസ്സുള്ള ഒരു വ്യക്തിയായി മാറരുതെന്ന് വല്ലാതെ ആഗ്രഹിക്കും. കാരണം നിങ്ങൾ അപ്രകാരമായിപ്പോയാൽ പിന്നെ ദുഷ്ടനായവന്, ഈ ലോകത്തിന് നിങ്ങളുടെ മേൽ ഒന്നും കാണത്തില്ല. എന്തെന്നാൽ ലോകം എപ്പോഴും നിങ്ങളെ എന്നെയും അവൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ആകർഷിപ്പിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവൻ എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എപ്പോഴും വാഞ്ചിച്ചു കൊണ്ടേയിരിക്കും. അവിടെ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന
അനുഭവമായി ആ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയും. ആ വ്യക്തിക്ക് നിരന്തരം പാപമോചനത്തിൻ്റെ ആ ധന്യത അനുഭവിപ്പാൻ കഴിയും. ആ വ്യക്തിയുടെ സമാധാനത്തിന് ഒരു കുറവും വരില്ല. ആ വ്യക്തിക്ക് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞ പ്രകാരം തന്നെ ക്രിസ്തുവിൻ്റെ മനസ്സുള്ള വ്യക്തിക്ക് ഒരിക്കലും ഒരിക്കലും ഒരു ദോഷവും വരാതെ കർത്താവ് തൻ്റെ ചിറകിൻ്റെ മറവിൽ കാക്കം പരിപാലിക്കും. ഈ വിഷയത്തിൽ വളരെയധികം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും ഇനിയും അധികം സംസാരിക്കുവാൻ ദൈവാത്മാവിൽ എനിക്ക് ആഗ്രഹവും ഉണ്ട്. തുടർന്നും കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് വീണ്ടും കാണാം. കർത്താവ് ഏവരെ അനുഗ്രഹിക്കട്ടെ. താല്പര്യമുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ പറയണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വേദപുസ്തക സംബന്ധമായിട്ടുള്ളത് ചോദിക്കണം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.